ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ ഉദ്ധാന വിവരണങ്ങൾക്കൊടുവിൽ തിരുസഭ ഇന്ന് ധ്യാനിക്കുന്നത് യേശുവിൻ്റെ ഇടയത്വത്തെ സംബന്ധിച്ചാണ്. നല്ലിടയനായ ക്രിസ്തുവിനെ പറ്റി വെളിപ്പെടുത്തുന്ന, നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന 4 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ. ഒന്നാമതായി നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത് ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുകയും അവനെ വിശ്വസിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നതാണ്. രണ്ടാമത്തേത് ഇടയൻ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കുന്നു എന്നതും. മൂന്നാമതായി അവർ അവനെ അനുഗമിക്കുന്നു, അതായത് ഇടയൻ പുറകിൽ നിന്ന് പോകുന്നതിന് പകരം അവർക്ക് മുമ്പായി നടക്കുന്നു എന്നതാണ്. നാലാമതായി അവൻ കള്ളന്മാരെ പോലെ ആടുകളെ കൊന്നു തിന്നാനോ മോഷ്ടിക്കാനോ മുതിരുന്നില്ല എന്നതും. ഇടയന്മാരെയും ചെമ്മരിയാടുകളെയും കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ആർക്കും ഈ 4 കാര്യങ്ങളും ഏറെ വിചിത്രവും ആശ്ചര്യകരവുമാണ്. ഒന്നാമതായി, ചെമ്മരിയാടുകൾ തികച്ചും നിഷ്ക്രിയരും വിവേകശൂന്യമായ മൃഗങ്ങളാണ്. ആരും ഇവയെ ഓമന മൃഗങ്ങളായി വളർത്തുന്നില്ല. ഇവയ്ക്ക് സാധാരണയായി മനുഷ്യരുമായി അടുത്ത ബന്ധവുമില്ല. നായ്ക്കളെയും പൂച്ചകളെയും പോലെ അവ സാധാരണയായി യജമാനന്റെ ശബ്ദം തിരിച്ചറിയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യിക്കാൻ അവരെ ബലപ്രയോഗത്തിലൂടെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും വേണം. സ്നേഹത്താൽ ഒരിക്കലും ഇവയെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ യേശുവിൻ്റെ ഉപമയിലെ ആടുകൾ നിഷ്ക്രിയരും വിഡ്ഢികളുമല്ല, മറിച്ച് സജീവവും വിവേകികളുമാണ്. ഭയത്താലല്ല, സ്നേഹത്താലാണ് അവർ പ്രചോദിതരാകുന്നത്. അവ അവൻ്റെ ശബ്ദം തിരിച്ചറിയുകയും അവനെ വിശ്വസിക്കുകയും സ്വതന്ത്രമായി അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ഇവിടെ വെളിപ്പെടുകയാണ്. ജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ജീവിതമാണ് അത്. സാധാരണ ആടുകൾക്കില്ലാത്ത 3 ഗുണങ്ങളാണവ. ജ്ഞാനമെന്നാൽ വിവേകം അഥവാ തിരിച്ചറിവ്. യേശുവിൻ്റെ ശബ്ദം, അവൻ്റെ ഇഷ്ടം എന്നിവ നമ്മുടെ മനസ്സാക്ഷിയിൽ നാം തിരിച്ചറിയുന്നു. അത് ഈ ലോകത്തിൻ്റെ ശബ്ദത്തിന് പിന്നാലെ പോയി വഴിതെറ്റാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നു. വിശ്വാസം. ക്രിസ്തു എന്ന വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എങ്കിലും അവനിലുള്ള വിശ്വാസമാണ് നമ്മെ അവനെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാധാരണ ആടുകൾ വിശ്വാസം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് ഭയം കൊണ്ടാണ് ഇടയനെ അനുഗമിക്കുന്നതും പലതും ചെയ്യുന്നതും. ദൈവത്തിലുള്ള ഭയം കൊണ്ടല്ല നമ്മൾ അവിടുത്തെ പിൻചെല്ലുന്നത്, മറിച്ച് നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നത് കൊണ്ടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ അവനെ പിൻചെല്ലുന്നത്. അതിലൊരു സ്നേഹമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമെന്നാൽ തിരഞ്ഞെടുപ്പ് എന്നാണ്. നാം ആടുകളെപ്പോലെ യാന്ത്രികമായി യേശുവിനെ അനുഗമിക്കുന്നില്ല. നമ്മൾ ബോധപൂർവം അവനെ തിരഞ്ഞെടുക്കുന്നു. ചിലപ്പോൾ ആ തിരഞ്ഞെടുപ്പ് ബുദ്ധിമുട്ടുള്ളതും ചിലവേറിയതുമാണ്. ഇപ്രകാരം നോക്കുമ്പോൾ യേശുവിൻ്റെ ഈ ആടുകൾ നമ്മൾ സാധാരണയായി കരുതുന്ന ആടുകളിൽ നിന്ന് ഏറെ വിപരീതമാണ്. അവ സജീവമാണ്, നിഷ്ക്രിയമല്ല. അവർ ജ്ഞാനികളും വിവേകികളുമായതിനാൽ അവൻ്റെ ശബ്ദം അവർ തിരിച്ചറിയുന്നു. ക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസവും, ക്രിസ്തുവിൻ്റെ ശബ്ദവും ലോകത്തിൻ്റെ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസവും, ക്രിസ്തുവിൻ്റെ ശബ്ദവും സ്വന്തം അഹന്തയുടെ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസവും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോഴും 2 ചോദ്യം ബാക്കിയാകുന്നു. ഈ ആടുകൾ അവൻ്റെ ശബ്ദം എങ്ങനെ തിരിച്ചറിയും? നമുക്കെങ്ങനെ ക്രിസ്തുവിനെ അറിയാൻ കഴിയും? ഒരേയൊരു വഴിയേ ഉള്ളൂ: പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ അവനോട് സംസാരിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ അവനെ ശ്രദ്ധിക്കുകയും ചെയ്യണം. അവനോടൊപ്പം എത്രത്തോളം സമയം ചിലവഴിക്കുന്നുവോ അത്രത്തോളം നമുക്കവനെ അറിയാൻ സാധിക്കും. അവനെക്കുറിച്ച് എത്രത്തോളം സത്യങ്ങൾ അറിഞ്ഞാലും അവനെ അറിയുന്നതിന് പകരമാകാൻ അവയ്ക്ക് കഴിയില്ല. നമുക്ക് അവനോട് എപ്പോൾ വേണമെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഓരോ ദിവസവും ഹ്രസ്വമായി സംസാരിക്കാവുന്നതേ ഉള്ളൂ. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്നോ, യേശുവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ യേശുവെ, എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ അക്ഷരാർത്ഥത്തിൽ 2 സെക്കൻഡ് മതി. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഇടയൻ്റെ സ്വരം കേൾക്കുന്നുണ്ടോ? അവൻ്റെ സ്വരം തിരിച്ചറിയുന്നുണ്ടോ? അനേകം ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഇടയൻ്റെ സ്വരം തിരിച്ചറിയാൻ ആദ്യം ഇടയൻ്റെ സ്വരം ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമുക്കതറിയാൻ സാധിക്കുന്നത്? വചനം വായിക്കുക. പലപ്പോഴും ദൈവത്തിൻ്റെ സ്വരം മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അവൻ്റെ സ്വരം ഏതെന്ന് നമുക്കറിവില്ലാത്തത് കൊണ്ടാണ്. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അവൻ്റെ കാഴ്ച അത്രയ്ക്ക് വികസിച്ചിട്ടുണ്ടാവില്ല. എന്നാലും തൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത് പ്രധാനമായും സ്വരം വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ശിശുക്കളായ നമുക്ക് ഇടയൻ്റെ സ്വരം ആവർത്തിച്ച് കേട്ട് പരിചയപ്പെടേണ്ടത് അത്യാവശ്യമാണ്.
ഈ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവനെ അനുഗമിക്കാനും കഴിയാതെ പോകുന്നു. ഒരുപക്ഷെ ഇതായിരിക്കും അതായിരിക്കും അവൻ്റെ സ്വരമെന്ന് കരുതി അവയ്ക്ക് പിന്നാലെ പോകും. അതിനാൽ എല്ലാ ദിവസവും ഒരല്പസമയം വചനവായനയ്ക്കായി നീക്കിവെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം മനുഷ്യാവതാരം ചെയ്ത വചനമാണ് യേശുവെങ്കിൽ പ്രചോദിത വചനമാണ് തിരുലിഖിതങ്ങൾ. അതുകൊണ്ട് വചനത്തോട് നമുക്ക് ഭക്താദരവ് ഉണ്ടാകേണ്ടതുണ്ട്. ഇനി യേശുവിൻ്റെ ഉപമയിലെ ആശ്ചര്യപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം, ഇടയൻ ഓരോ ആടിനെയും പേര് ചൊല്ലി വിളിക്കുന്നുവെന്നതാണ്. നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് പേരിടാറുണ്ട്, എന്നാൽ സാധാരണ ആടുകൾക്ക് പേരിടാറില്ല. എന്നാൽ യേശുവിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ അറിയാമെന്നാണ്. നാം അദ്വിതീയരാണ്. നമ്മൾ വെറും ക്ലോണുകളോ ഫോട്ടോ കോപ്പികളോ അല്ല. നിങ്ങൾക്ക് മാത്രം ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരോ ഇനി ജീവിക്കേണ്ടവരോ ആയ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയുകയുമില്ല. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. യേശുവിനതറിയാം. നിങ്ങൾ അത്രയ്ക്ക് അതുല്യമാണ്. ഈ ലോകത്തിൽ പാപം ചെയ്ത ഒരേ ഒരു വ്യക്തി നിങ്ങളായിരുന്നുവെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരണം ഉൾപ്പെടെ ഇതുപോലെ അവിടുന്ന് നിങ്ങൾക്കായി ചെയ്യുമായിരുന്നു. വാസ്തവത്തിൽ അവൻ ചെയ്തതും അതാണ്. അവൻ മനുഷ്യത്വത്തിന് വേണ്ടി മരിച്ചില്ല, അവൻ നമുക്കായി മരിച്ചു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. മാനവികത എന്നത് ഒരു അമൂർത്തതയാണ്, ഒരാശയമാണ്. മനുഷ്യത്വത്തെ സ്നേഹിക്കാൻ നമ്മോട് അവിടുന്ന് പറഞ്ഞില്ല, പകരം നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. വ്യക്തിപരമായാണ് സ്നേഹം അവിടുന്ന് നൽകുന്നത്. അപ്പോൾ നമുക്കും തിരിച്ചും അവനെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അവന് അനന്തമായി വിലപ്പെട്ടവരാണ്. സാധാരണ ഇടയന്മാർ അവരുടെ ആടുകളെ കാണുന്നത് ഒരു കൂട്ടം ആടുകളായി മാത്രമാണ്. എന്നാൽ യേശു നമ്മെ പേരുകൊണ്ട് അറിയുകയും നമ്മെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പേര് അവൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം നമ്മൾ അത്രയ്ക്ക് വിലപ്പെട്ടവരാണ്. മൂന്നാമത്തെ ആശ്ചര്യകരമായ കാര്യം, ഈ ഇടയൻ ആടുകളുടെ പുറകെ നടന്ന് അവയെ തല്ലിയും നയിക്കുന്ന ഒരു ഇടയനല്ല. സാധാരണ ഇടയന്മാർ ചെയ്യുന്നത് പുറകെ നടന്ന് ആടുകളെ മേയ്ക്കലാണ്. എന്നാൽ യേശുവാകുന്ന ഇടയൻ തൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു. ആടുകൾ അവനെ സജീവമായി പിന്തുടരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സാധാരണ ഇടയന്മാർ ഭയത്തിൻ്റെ ശക്തി ഉപയോഗിക്കുന്നുവെങ്കിൽ യേശു സ്നേഹത്തിൻ്റെ ശക്തി ഉപയോഗിക്കുന്നു. ഭയമെന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു ശക്തിയാണ്, മറ്റേ വ്യക്തിയിൽ നിന്ന്, അഥവാ നിങ്ങൾ ഭയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് വരുന്ന ശക്തി. എന്നാൽ സ്നേഹം നിങ്ങളിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയാണ്. നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളെ നിർബന്ധിക്കാനാവില്ല. നിങ്ങൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആത്മീയമായും ശാരീരികമായും ഭയം ആവശ്യമാണ്. പഴയ നിയമം പറയുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭം കർത്താവിനോടുള്ള ഭയമാണെന്നാണ്. എന്നാൽ അത് അവസാനമാണെന്ന് പറയുന്നില്ല, അതൊരു തുടക്കം മാത്രമാണ്. സ്നേഹമാണ് അവസാനം. ഈ ലോകത്ത് പെന്തക്കോസ്ത് ദിനത്തിൽ 3000-ലധികം ജനങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചത് ആരെയെങ്കിലും ഭയന്നിട്ടല്ല, മറിച്ച് യേശുവിലൂടെ സാധ്യമായ രക്ഷയെ അറിഞ്ഞതുകൊണ്ടായിരുന്നു. രക്ഷയെക്കുറിച്ചുള്ള അറിവ് യേശുവിനെ സ്നേഹിക്കാൻ കാരണമായി. ഇന്നും നടക്കുന്നത് അതുതന്നെയാണ്. ഇനി നാലാമത്തെ ആശ്ചര്യം, കള്ളനെ പോലെ ഈ ഇടയൻ ആടുകളെ മോഷ്ടിക്കാനും കൊല്ലാനും വരുന്നില്ല എന്നതാണ്. മതനേതാക്കൾക്ക് ആളുകളുടെ ആത്മാവിന്മേൽ വളരെയധികം അധികാരമുണ്ട്, സ്വാധീനമുണ്ട്. എന്നാൽ അധികാരം പലപ്പോഴും ദുഷിപ്പിക്കുന്നു. അതിനാൽ മതനേതാക്കളുടെ സ്വാഭാവിക പ്രലോഭനം ആളുകളെ പിടിക്കുക, ആടുകളെ മോഷ്ടിക്കുക, വലിയ സംഖ്യകൾ നേടുക, സ്വന്തം മഹത്വം വർദ്ധിപ്പിക്കുക എന്നിവയാണ്. എന്നാൽ ക്രിസ്തു ആടുകളെ മോഷ്ടിക്കുന്നില്ല. അവൻ ആടുകളെ സേവിക്കുന്നു. അവൻ അവയെ കൊന്ന് ഭക്ഷിക്കാറില്ല. അവൻ അവർക്ക് വേണ്ടി മരിക്കുന്നു. അവൻ സ്വയം ഭക്ഷണമായി മാറുന്നു. അവൻ ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവനു വേണ്ടി അവൻ നമ്മുടെ രക്തം ചൊരിയുന്നില്ല, എന്നാൽ അവൻ നമുക്ക് വേണ്ടി അവൻ്റെ രക്തം ചൊരിയുന്നു. അതാണ് വ്യത്യാസം. അങ്ങനെയെങ്കിൽ ഈ ഇടയനെ പിൻചെന്നാൽ എന്താണ് ലഭിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ ഇടയനെ പിൻചെന്നാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. അവിടുന്ന് പറയുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിക്കുകയില്ല എന്ന്. അതാണ് വ്യത്യാസം. നാം ക്രിസ്തുവിനെ ശ്രവിക്കുന്നതിലൂടെയും അവൻ്റെ ശബ്ദം വിവേചിച്ചറിയുന്നതിലൂടെയും അവനെ അനുഗമിക്കുന്നതിലൂടെയും നമ്മൾ നല്ല മനുഷ്യരായി മാറുമെന്നത് സത്യമാണ്. നമ്മൾ കൂടുതൽ ധാർമ്മികമായി നേരുള്ളവരാകുന്നു. നീതിക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു.
സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വഴികളിൽ നാം കൂടുതൽ പ്രതിജ്ഞാബദ്ധരാകുന്നു. അതെല്ലാം ശരിയാണ്. എന്നാൽ അത്രയും മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആത്മീയ ഗുരുവിനെ പിന്തുടരുന്നതിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്നാൽ ക്രിസ്തുവിനെ പിന്തുടരുന്നവർക്ക് ലഭിക്കുന്നത് ഇവയ്ക്കെല്ലാത്തിനുമൊപ്പം നിത്യജീവനാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ക്രിസ്ത്യാനിയായിരിക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്? ഊദാശകളിലൂടെയാണത്. ഊദാശയുടെ സങ്കീർത്തനം എന്നുകൂടി അറിയപ്പെടുന്ന 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് നോക്കുക. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പച്ചയായ പുൽത്തകടി എന്നത് വിശ്വാസികളെ പോഷിപ്പിക്കുന്ന തിരുവെഴുത്തുകളുടെ ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ വചനങ്ങളാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവനെന്ന് സങ്കീർത്തകൻ പറയുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കുന്നു. അതെ, മാമോദീസയിലൂടെ അവിടുന്ന് പുതുജീവൻ നമുക്ക് നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ നമ്മെ നയിക്കുന്നു. മാമോദീസയിൽ പ്രാഥമിക നീതീകരണത്തിലൂടെ വിശുദ്ധിയിലേക്കുള്ള വഴി നമുക്ക് തുറന്നു തരുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ കുരിശാകുന്ന ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. ദിവ്യകാരുണ്യം എന്ന വിരുന്നിലൂടെയാണ് നിത്യജീവനിൽ നമ്മൾ പൂർണ്ണ പങ്കാളിയാകുന്നത്. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അതെ, സ്ഥൈര്യലേപനം വഴി ആത്മാവിൻ്റെ പൂർണ്ണത നമ്മിൽ നിക്ഷേപിക്കുന്നു, നമ്മെ സ്ഥൈര്യപ്പെടുത്തുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ നമ്മെ അനുഗമിക്കും. അതെ, ഇടറി വീഴുമ്പോഴും തിരിച്ചെടുത്ത് മുറിവ് വച്ച് കെട്ടി സൗഖ്യം നൽകുന്ന സൗഖ്യത്തിൻ്റെ അഥവാ കാരുണ്യത്തിൻ്റെ കൂദാശ, കുമ്പസാരം ജീവിതകാലം മുഴുവൻ നമ്മെ അനുഗമിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അതെ, അവിടുത്തെ സന്നിധിയിൽ ഒരിടയനും ഒരജഗണവുമായി എന്നേക്കും നമ്മൾ ജീവിക്കും. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് നല്ല ആടുകളെ പോലെ ക്രിസ്തുവാകുന്ന യഥാർത്ഥ ഇടയനെ നമുക്ക് പിൻചെല്ലാം. അങ്ങയുടെ ഹൃദയത്തിന് ചേർന്ന അജഗണങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അനേകം നല്ല ഇടയന്മാരെ ഞങ്ങൾക്ക് നൽകണമേ എന്നും പ്രാർത്ഥിക്കാം. എളിമയോടെ അവരുടെ സ്വരം കേട്ട് അങ്ങയെ പിന്തുടരാനും അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുവാനും നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.